ഞാൻ നിങ്ങളോടൊരു ചെറിയ കാര്യം പറയട്ടെ, ഒരു ചെറിയ വലിയ കാര്യം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ഇത്തിരി ചെറിയ വലിയ കാര്യം നിൻ കാതിലോതാൻ ഞാൻ സ്വയം നന്നാവുക എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞുള്ളൂ. ചെറിയ വലിയ കാര്യം നിന്നോട് ഞാൻ പറയാം, അത് വേറൊന്നുമല്ല, സ്വയം നന്നാവുക എന്നാണ്. ഒരു ചെറിയ കാര്യം പറയട്ടെ, ശ്രദ്ധിക്കുമോ നിങ്ങള്? വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിന്റെ പേരാണ് അങ്കബൂത്ത്. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളി. ഞാൻ അസ്ട്രോണമിയും ജോഗ്രഫിയും ഒന്നും പറയുന്നില്ല, അവനാന്റെ കുടുംബത്തെ കുറിച്ച് പറയാൻ. അള്ളാഹു നമ്മുടെ കുടുംബത്തെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മുടെ വീടിനെ നന്നാക്കി തരട്ടെ. ഇവിടുത്തെ വീട് നന്നായാലേ സ്വർഗത്തിലെ വീട് കിട്ടും. ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ അൻകബൂത്ത്. അങ്കബൂത്തിന്റെ അർത്ഥം എന്താ? അങ്കബൂത്തിന്റെ അർത്ഥം എന്താ? അങ്കബൂത്തിന്റെ അർത്ഥം എന്താ? ചിലന്തി. ആ കണ്ട, ആ 3 കൊച്ചു മക്കളെ പറഞ്ഞ മാഷാ അല്ലാഹ്. ആ 3 കൊച്ചുമക്കൾ പറഞ്ഞ അങ്കബൂത്തിന്റെ അർത്ഥം എന്താ? ചിലന്തി. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് ചിലന്തി. എന്നിട്ട് അല്ലാഹു ആ സൂറത്തിൽ പറയാ, മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത്ത് ഇത്തഖദതു ബൈതാ. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാ. ലോകത്തിലെ ഏറ്റവും ബലക്ഷയമുള്ള, ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാ. ചിലന്തിയുടെ വീട് കണ്ടിട്ടില്ലേ? ഞാൻ മൊറോക്കോയിൽ പോണോ? നിങ്ങളെന്തിട്ട് മനുഷ്യന്മാരപ്പ എന്നെ എങ്ങനെ തുറച്ചു നോക്കണത്? ഒന്നാതെ മഴ ഇടിയും വെട്ടുന്നു, നിങ്ങളൊരു സ്നേഹമില്ലാതെ എങ്ങനെ എന്നാ അങ്ങനെ മനുഷ്യന്മാരെ? ചലന്തിയുടെ വീട് കണ്ടിട്ടില്ലേ? ആ ചലന്തിയുടെ വീട് എത്ര അത്ഭുതമാ. ഒരു ഗുഹാമുഖത്തോ ഒരു മരക്കമ്പിലോ പോയി ചലന്തി ഇരുന്നിട്ട് അതിന്റെ വായിലെ പശ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 1/2 മണിക്കൂർ കൊണ്ട് ചലന്തി ഉണ്ടാക്കുന്ന വീട്. ഒരു സെമിറ്റിക് എഞ്ചിനീയറിന്റെ കരവൈദഗ്ധ്യത്തെ പോലും അമ്പരിപ്പിക്കുന്ന, നൂലിഴകളുടെ ഇടയിൽ അതിശയിപ്പിക്കുന്ന ജാമിതീയ കണക്കുകളെ പോലും തോൽപ്പിക്കുന്ന സമീകൃത അകലമുള്ള ഒരു നിമിഷ നേരം കൊണ്ട് ആരെയും അമ്പരപ്പിക്കുന്ന വീടുണ്ടാക്കും ചലന്തി. ആ ചലന്തിയുടെ വീട് എത്ര മനോഹരമാണ്. പക്ഷെ അള്ളാഹു പറയാണ്, ചലന്തിയുടെ വീട് ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ്. എന്തുകൊണ്ട്? കാറ്റൊന്നടിച്ചാൽ വിരളൊന്ന് തൊട്ടാ മതി, ആ മനോഹരമായ വീട് പൊട്ടിപ്പോവും. അതുകൊണ്ടല്ല ചലന്തിയുടെ വീട് ദുർബലമാണെന്നുള്ള പറഞ്ഞത്, അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഇതാ ഞാൻ പറയുന്നത്, ഖുർആൻ പഠിക്കണമെന്ന്. ഖുർആൻ വലിയൊരു റഫറൻസ് ഗ്രന്ഥമാണ്. അള്ളാഹു അത് പറയാൻ കാരണം എന്താ അറിയോ? ആ ചലന്തിയുടെ വീട് വിരൽ കൊണ്ട് തൊട്ടാൽ പൊട്ടിപ്പോണത് കൊണ്ടല്ല. ആ ചലന്തിയുടെ വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. വീടുണ്ടാക്കുന്നത് ആൺചലന്തിയല്ല, പെൺചലന്തിയാണ്. ആര് പറഞ്ഞു? നിങ്ങൾ ഗൂഗിളിൽ ഒന്നും നോക്കണ്ട. ഖുർആൻ 1400 വർഷം മുമ്പ് പറഞ്ഞു, ഇത്തഖദത്തു ബൈതാ. ഫീലിൽ താ ഉണ്ടായാൽ ഫായിലു മുഅന്നസൻ. ഇത്തഖദത്തു ബൈതാ. ഇത്തഖദ ബൈതാ എന്ന് പറഞ്ഞാൽ ആൺചലന്തിയാണ്. ഇത്തഖദത്ത്, ആ അതിന്റെ കൂടെ ഒരു താ കൂട്ടിയാൽ പെൺചലന്തിയാണ്. ഇതാണ് ഖുർആൻ. താ ഇല്ലെങ്കിൽ ആൺചലന്തി, താ കൂട്ടിയാൽ പെൺചലന്തിയാ. വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. ചലന്തിയുടെ വീടുണ്ടാക്കുന്ന ചലന്തി പെൺചലന്തിയാണ്. ആൺചലന്തി ഇതിന് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കലേ ഉള്ളൂ. ആ വീടിങ്ങനെ പൂർത്തിയായി കഴിഞ്ഞാൽ, വീട് പടിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ പെൺചലന്തി ആൺചലന്തിയെ കൊല്ലും. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോണം. ദിർഹമുകളും ദീനാറുകളും റിയാലുകളും കട്ടപ്പാടുകളും പൈസകളും ഒക്കെ ആൺചലന്തിയുടേത്. നാട്ടിൽ വെച്ചത് ഉണ്ടാക്കിയതാരാ? ഈ അടുത്ത സമയത്ത് ഒരു വാർത്ത കേട്ടു, ഭർത്താവിന്റെ 180 പവൻ സ്വർണ്ണമായിട്ട് ഭാര്യ കടന്നു. വീടുമായിട്ട് ആ പാവപ്പെട്ട ഭർത്താവ് പെണ്ണിന്റെ പേര് വീട് എഴുതി കൊടുത്തു. അതുമായിട്ട് പോയി ഡ്രൈവറുടെ കൂടെ. ഒരായുസിന്റെ സമ്പാദ്യം മുഴുവനും കൊടുത്ത് കൊടുത്തു. പക്ഷെ ഉണ്ടാക്കിയതാരാ? നാട്ടിൽ നിന്ന ഭാര്യ. പെൺചലന്തിയാണ് വീടുണ്ടാക്കണത്. ഞാൻ നിങ്ങളെ അല്ലേട്ട പറയണത്, നിങ്ങൾ നല്ല മുത്തക്കീങ്ങളാണ്. അല്ലാഹു അക്ബർ. നിങ്ങളെയല്ല, കാസർഗോഡ് പെണ്ണുങ്ങളെയല്ല. ആ വീട് പൂർത്തിയായാൽ പെൺചലന്തി ആൺചലന്തിയെ കൊല്ലും. എന്നിട്ട് പെൺചലന്തിയും മക്കളും കൂടെ ആ വീട്ടിൽ താമസം തുടങ്ങും.
കുറെ കഴിയുമ്പോൾ ആ മക്കള് പെൺചലന്തിയെ കൊല്ലും. പിന്നെ അവരൊറ്റയ്ക്ക് ജീവിക്കും. അതുകൊണ്ടാ ഏത് ചലന്തി വലയിൽ ഒരു ചലന്തിയുടെ മയ്യത്ത് കാണും, അത് ഭർത്താവിൻ്റെതാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, പരസ്പര സ്നേഹമില്ലാത്ത, പരസ്പര ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത, പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോയ, ഭാര്യയെ ഭർത്താവിന് വിശ്വാസമില്ലാത്ത, ഉമ്മയെ മക്കൾക്ക് വിശ്വാസമില്ലാത്ത ഏറ്റവും ദുർബലമായ ജീവിത ഘടന ചലന്തിയുടേതാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ഇന്ന ഔഹനൽ ബുയൂതില ബൈത്തുൽ അൻകബൂർ. അല്ലാഹു പറയാ, മനുഷ്യരെ, ഞാൻ ഈ പറയുന്നത് അല്ലാഹു നമ്മളോട് പറഞ്ഞു തന്നതാണ്. ഈ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട ചലന്തിയുടെ വീടാണ് ദുർബലമായ വീട്. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഈ ദേശീയപാതയുടെ ഇരുവരത്തും തരയുവത്ത് നിൽക്കുന്ന കോൺക്രീറ്റ് സൗധങ്ങളില്ലേ, ആ വീടുകളൊക്കെ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ മനോഹരമാണെങ്കിലും അതിന്റെ ഉൾത്തടത്തിലെ ചലന്തിയുടെ വീടിനേക്കാൾ ദുർബലമായ വ്യവസ്ഥിതികളല്ലേ സഹോദര. ഇതിനു വേണ്ടിയാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്, നമ്മുടെ വീടുകളെ ഒരു ആയുസ് മുഴുവനും ഒരു ഭർത്താവ് ആണ് എത്ര കട്ടപ്പെട്ടിട്ടാണ് ഒരു വീടുണ്ടാക്കുക. ആ വീട് പൂർത്തിയായിട്ട് ഭാര്യയോടൊത്ത് സമാധാനത്തോടെ കിടക്കാൻ കഴിയണില്ല, മക്കളെ സമാധാനത്തോടെ ജീവിപ്പിക്കാൻ കഴിയുന്നില്ല. ആ രീതിയിൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി അസ്വസ്ഥതപ്പെട്ടു പോകുമ്പോ വളർന്നു വരുന്ന തലമുറ മുഴുവൻ ലഹരിക്കടിമയായി മാറുമ്പോ ആ ലഹരിയെ കുറിച്ച് പ്രസംഗിക്കുന്നവരെ പിന്തിരിപ്പനെന്ന് വിളിക്കുന്ന LP സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പോലും ലഹരിയുടെ പൊതികൈ മാറുന്ന കാലം. ആ ലഹരി എവിടം വരെ എത്തി എന്ന് ചോദിച്ചാൽ, ലഹരി കടിമപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ലഹരി കൊണ്ടവന്റെ ജീവിതതാളം തെറ്റല് മാത്രമല്ല, കോട്ടയം ജില്ലയിലെ ഒരു പാവപ്പെട്ട പിതാവിന്റെയും ഒരു മാതാവിന്റെയും ഏകമകൾ, ആ മകളെ കൈവെള്ളയിൽ കൈവെല്ലും പോലെ കാത്തു സൂക്ഷിച്ചവളെ വളർത്തി വലുതാക്കി ഡോക്ടറേറ്റ് പഠിപ്പിച്ചു. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള അസീസിയ മെഡിക്കൽ കോളേജിലാണ് ആ കൊല ചെയ്യപ്പെട്ട ഡോക്ടർ MBBS പൂർത്തിയാക്കിയത്. അവസാനം 4-5 വർഷത്തോളം ഉറക്കമളച്ച് കട്ടപ്പെട്ട് പഠിച്ച് തന്റെ മാതാപിതാക്കളുടെ സ്വപ്നം പൂർത്തീകരിച്ച് ആ പാവപ്പെട്ട ഒരു ഡോക്ടർ ഡ്യൂട്ടിക്ക് വേണ്ടി കടന്നു പോകുമ്പോ അവന്റെ കാലിലെ മുറിവിലേക്ക് സ്നേഹത്തോടെ വെച്ച് കെട്ടിയ പാവപ്പെട്ട ഒരു പെൺകൊടിയെ കുത്തി മലർത്താൻ മാത്രം ലഹരി അവന്റെ മാത്രമല്ല, ഈ സമൂഹത്തിലെ നിരപരാധികളുടെ ജീവൻ എടുക്കും വിധം കോട്ടയത്തെ ഒരു വീട്ടിൽ അച്ഛന്റെയും അമ്മയുടെയും കണ്ണുനീര് തോർന്നിട്ടില്ല സഹോദര. ഈ രീതിയിൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥകളെ തകർക്കപ്പെടുകയാണ്. ആ ഡോക്ടർമാര് നമ്മൾ മാലാഖമാരെ പോലെ കാണേണ്ട ഡോക്ടർമാര് അളിഞ്ഞും പുളിഞ്ഞും പുഴുത്തും കിടക്കുന്ന ശരീരം പോലും മക്കൾ വലിച്ചെറിഞ്ഞാലും ഒരു ഡോക്ടറിന് മുമ്പിൽ പോയാൽ ഗ്ലൗസുകളിട്ട് എത്ര പുഴുത്ത ശരീരത്തെയും വൃത്തിയാക്കുന്ന ഡോക്ടർമാരും നേഴ്സുമാരും മാലാഖമാരെ പോലെ നമ്മൾ പരിഗണിക്കേണ്ടവര്, നമ്മുടെ വേദനകൾ തീർക്കാൻ കാരണമായവര്, വേദനയോടെ പോകുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കുന്നവര്, നമ്മുടെ ജീവന് വേണ്ടി പാടുപെടുന്നവര്, കത്തിമുനയിൽ കൂർത്തെടുക്കുന്ന ഒരു ലോകത്തേക്ക് ലഹരി നമ്മളെ കൊണ്ടുപോകുമ്പോ ആ ലഹരി സാമൂഹ്യ വ്യവസ്ഥിതിക്ക് തന്നെ ഭീഷണിയാകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ കുത്തിയാള് നിസ്സാരക്കാരനല്ല. തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധർമ്മം പഠിപ്പിച്ചു കൊടുക്കേണ്ട അധ്യാപകനാണ് അയാൾ. മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ, മാതാവ് പിതാവിനെ കാട്ടിത്തരും, പിതാവ് ഗുരുവിനെ കാട്ടിത്തരും, ഗുരു ദൈവത്തെ കാണിച്ചു തരുമെന്നാണ്. തന്റെ കയ്യിലിരിക്കുന്ന മരബെഞ്ചിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ദൈവത്തെ ചൂണ്ടിക്കാണിക്കേണ്ട അധ്യാപകൻ പോലും ലഹരിക്കടിമയാകുന്ന കാലത്ത് സഹോദര സഹോദരി, നമ്മുടെ മക്കളെ ചേർത്തു പിടിക്കേണ്ടതാരാ? നമ്മുടെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടതാരാ? നമ്മുടെ മക്കളോട് ഇതാണ് നന്മ, ഇതാണ് തിന്മ, ഇതാണ് നല്ലത്, ഇതാണ് ചീത്ത, ഇതാണ് സത്യം, ഇതാണ് അസത്യം, ഇതാണ് ധർമ്മം, മക്കളെ ഇതാണ് അധർമ്മം, ഇതാണ് ശ്രീലം, ഇതാണ് അശ്ലീലം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാരാ? ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് നമസ്കാരം പഠിപ്പിച്ചു കൊടുത്തു, അള്ളാനെ പഠിപ്പിച്ചു കൊടുത്തു, ഹബീബിനെ പഠിപ്പിച്ചു കൊടുത്തു, സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തു, ഈ ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ മനുഷ്യന്മാരെ,
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉസ്താദേ, പെൺമക്കള് പ്രായപൂർത്തിയായില്ലേ? ആ മക്കളൊക്കെ വളർന്നു വലുതായില്ലേ? പഴയതുപോലെ പറയാൻ പറ്റുമോ എന്ന് ന്യായം പറയുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകൾ സയ്യിദത്തുനാ ഫാത്തിമ, സയ്യിദത്തുനാ ഫാത്തിമ, ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹാ. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകള് ഫാത്തിമ റളിയല്ലാഹു തആലയുടെ വിവാഹം കഴിഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ വീടിന്റെ ഉപ്പാന്റെ വീടിന്റെ തൊട്ടു മുമ്പിലാണ് ഫാത്തിമക്ക് വീട് പണിതത്. കല്യാണം കഴിക്കാൻ അലി റളിയല്ലാഹു അൻഹു വരുമ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞ ഒരേ ഒരു ഡിമാൻഡ്, അലി, എന്റെ മകളുമായി എന്റെ വീടിന്റെ മുമ്പിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു കുടിലുണ്ട്, അവിടെ താമസിക്കണേ. രാവിലെ എഴുന്നാലും എനിക്കെന്നെ മോളെ കാണണം, കിടക്കാ നേരത്തും എനിക്കെന്നെ മോളെ കാണണം. എന്റെ കണ്ണിന്റെ അകലത്ത് നിന്ന് എന്റെ മോള് പോകരുത്. എന്തെന്നറിയോ? ആ മോളെ തന്റെ വീടിന്റെ തൊട്ടടുത്തൊരു വീട് വെച്ച് കൊടുക്കാൻ ഹബീബിനെ പ്രേരിപ്പിച്ചത് അത്യാഗ്രഹമല്ല, ആ മകളോടുള്ള അമിതമായ സ്നേഹം മാത്രമല്ല, പിന്നെയോ ആ പൊന്നുമോളെ ചിറകിൽ കൊണ്ടുപോയി നടന്ന ഉപ്പയാണത്. 5ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചുപോയ പൊന്നുമോളാ എന്റെ പൊന്നുമോള് ഫാത്തിമ. ഉമ്മാന്റെ ചൂടും ചൂരും അധികം അറിഞ്ഞിട്ടില്ല. 5 വയസ്സ് പ്രായമുള്ളപ്പോ വഫാത്തിന്റെ നേരത്ത് ആ ഓലക്കുടിലിൽ കിടക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തിരുന്ന് ഖദീജ റളിയല്ലാഹു തആല എന്ന ലോകം കണ്ട ഉമ്മമാരുടെ റോൾ മോഡലായ ഉമ്മുനാ ഖദീജ റളിയല്ലാഹു തആല അൻഹാ ലോകത്ത് നിന്ന് വിട പറയുന്ന നേരത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് 15 വയസ്സ് അന്തരമുണ്ടായിട്ടും പ്രണയത്തിന്റെ തീവ്രമായ ആവിഷ്കാരത്തെ ലോകത്ത് സമർപ്പിച്ചു കൊടുത്ത ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ തേങ്ങുന്നുണ്ട്. ഭർത്താവേ, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. ഈ ജീവിതത്തിന്റെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും കട്ടപ്പാടിലും സന്തോഷത്തിലും സന്താപത്തിലും എനിക്ക് കഴിയുന്നിടത്തോളം നിങ്ങളുടെ കൂടെ ഞാൻ നിന്നിട്ടുണ്ട്. പെങ്ങളെ, ജീവിതത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് വിട പറയുന്ന നേരത്ത് അങ്ങനെ പറഞ്ഞ് പിരിയാൻ നമുക്ക് കഴിയണം. കലഹിക്കാനല്ല, പരസ്പരം വാക്ക് തർക്കം നടത്താനല്ല, കോടതി വരാന്തകളിൽ കുടുംബ കോടതിയിൽ വീടോടെ ബാധിക്കാനല്ല. കോടീശ്വരിയായി കടന്നു വന്ന് അവസാനം മരിക്കുന്ന നേരത്ത് മൂടാനുള്ള ഒരു കരിമ്പടം പോലും കയ്യിലില്ലാതെ പരമദരിദ്രയായിട്ട് കയ്യിലുള്ളതെല്ലാം ഭർത്താവിന് കൊടുത്ത്, ഭർത്താവേ, ഇനി എനിക്കാകെ ഒരു സമ്പാദ്യമേ ഉള്ളൂ, 5 വയസ്സ് പോലും തികയാത്ത തന്റെ പൊന്നുമോളെ കയ്യിലേക്ക് പിടിച്ചിട്ട് എന്റെ ഫാത്തിമയെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവാ എന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചിട്ട് പ്രിയപ്പെട്ട ഉപ്പാന്റെ കൈവിരലിൽ പിടിച്ച് പ്രിയപ്പെട്ട ഉമ്മ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് മുതൽ തന്റെ വലത്തെ കൈയുടെ താട് മാടപ്രാവിനെ പോലെ കൊണ്ടു നടന്ന പൊന്നുമോളാ. ആ പൊന്നുമോളുടെ കല്യാണം കഴിഞ്ഞ് വീടിന്റെ മുമ്പിൽ താമസിക്കാൻ ആവശ്യപ്പെട്ടു. കല്യാണം കഴിഞ്ഞു ഞാൻ ചരിത്രം പറയുന്നില്ല. രാവിലെ തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് ഉപ്പ മസ്ജിദുൻ നബവിയിലേക്ക് നിസ്കരിക്കാൻ പോവുകയാ. മക്കളോടെങ്ങനെയാ പറയാ? അവരൊക്കെ വളർന്നു പോയില്ലേ? ന്യായം പറയുന്നവരോട് നമ്മുടെ കുടുംബത്തിൽ നല്ല പെൺമക്കളെ സൃഷ്ടിക്കാൻ, നമ്മുടെ ജീവിതം നല്ലവരാകാൻ തന്റെ പ്രിയപ്പെട്ട പുതിയാപ്ലയും തന്നെ മകളും കൂടി കിടക്കുന്ന വീടിന്റെ വാതിലിന്റെ മുമ്പിലെത്തിയപ്പോ തഹജ്ജുദിന്റെ സമയമാണ്. മദീന മുഴുവനും ഈത്തപ്പന മരത്തിന്റെ ഓലകൾ പോലും ഉറങ്ങുന്നത് പോലെ നിശബ്ദമായ ഒരു പ്രഭാതം. വാതിലിലും മുട്ടി വിളിക്കുന്നു, ഫാത്തിമ, അലിയേ അഫതുസല്ലിയാവാനി അന്തുമാ, നിങ്ങൾ രണ്ടുപേരും നിസ്കരിച്ചിട്ടാണോ കിടക്കുന്നത്? ഫാത്തിമ പൊന്നുമോള് കല്യാണത്തിന് മുമ്പ് നിശ്ചിതമായി ഒരു ദിവസം പോലും മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിച്ച ഉപ്പാന്റെ മോളാ. എന്റെ കൂടെ ജീവിക്കുമോ നീ? മരണം വരെ നീ കല്യാണം വരെ തഹജ്ജുദ് മുടങ്ങാതെ നിസ്കരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലഞ്ഞ് സ്വന്തം മക്കൾക്ക് ബ്രോസ്റ്റഡ് ഷവർമയും പാതിരാത്രിയിൽ വാങ്ങിച്ചു കൊടുക്കൽ മാത്രമാണ് ഒരു വാപ്പാന്റെ ജോലി എന്ന് കരുതി പോയ മക്കൾ ആവശ്യപ്പെട്ട ഭക്ഷണമൊക്കെ വാരി കൊടുത്തിട്ട് 2 മണിക്ക് കൊണ്ടുവന്ന് മക്കളെ കിടത്തി ഉറക്കുന്ന ഉമ്മ. ഉപ്പ, നിങ്ങൾ കേട്ടോ,
അഫതുസല്ലിയാവാനി അന്തുമാ. ഫാത്തിമ മോളെ കല്യാണം വരെ മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിച്ചെന്ന ഉപ്പാന്റെ മോള് ഇന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണോ നീ കിടക്കുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് തഹജ്ജുദ് മുടക്കിയോ എന്ന് പറഞ്ഞു വാതിലിൽ മുട്ടി മകനെയും മരുമകളെയും ഉണർത്തിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. മസ്ജിദുൻ നബവിയിലെ നിസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ മോളുടെ വീട്ടിൽ വെളിച്ചം വന്നിട്ടില്ല, വെള്ളം വീഴുന്ന ശബ്ദവും കേൾക്കുന്നില്ല. ഒളു എടുക്കുന്നുണ്ട്. നിസ്കാര സലാം വീട്ടിയിട്ട് വീണ്ടും പള്ളിയിൽ നിന്നിറങ്ങി ഫാത്തിമയുടെ വീടിന്റെ വാതിൽ വന്ന് വീണ്ടും മുട്ടുന്നു. ഫാത്തിമ അലിയെ അഫതുസല്ലിയാവാനി അന്തുമാ. നേരത്തെ വിളിച്ചിട്ട് എഴുന്നേറ്റിട്ട് വീണ്ടും കിടക്കുകയാണോ? നമ്മുടെ മക്കളെ നമ്മൾ സുബഹിക്ക് വിളിച്ചാൽ എഴുന്നേക്കും, പിന്നെയും നമ്മൾ അടുക്കളയിൽ പോകും, അവര് വീണ്ടും ഉറങ്ങാൻ തുടങ്ങും. വിട്ടില്ല. തിരിച്ചു വന്നിട്ട് വാതിലിൽ മുട്ടി, അലിയെ ഫാത്തിമ നിങ്ങൾ രണ്ടുപേര് എഴുന്നേക്കാട് പിന്നെയും കിടന്നുറങ്ങാണോ എന്ന് ചോദിച്ചപ്പോ ഒരല്പനേരം കഴിഞ്ഞപ്പോ തെല്ല് ജാള്യതയോട് അലി റളിയല്ലാഹു തആല അൻഹു മണിയറയുടെ വാതിൽ തുറന്നു. അലിയെ തഹജ്ജുദ് നിസ്കരിച്ചില്ല. പുതിയാപ്ലയോട് ചോദ്യം, പുതിയാപ്ലയോടുള്ള ചോദ്യം. ഇന്നാ ചോദ്യം വന്നാൽ എന്തൊക്കെ കേസ് കെട്ടാണ് ഇതിന്റെ പുറകിൽ വരിക? ആദ്യ രാത്രിയിൽ പുതിയാപ്ലയോട് അമ്മായി ഒപ്പം തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞ പിന്നെ വരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ എത്രയാ? പുതിയാപ്ലയുടെ മനുഷ്യാവകാശ ലംഘനത്തിന്റെ പേരിൽ ഇവിടെ സിന്ദാബാദ് വിളിക്കില്ലേ? സഹോദര സഹോദരി, അലി റളിയല്ലാഹു അൻഹു തെല്ല് ജാള്യതയോടെ പറഞ്ഞതെന്നറിയോ? ആ മരുമകനെ സമ്മതിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള മരുമക്കളെ അള്ളാഹു നമുക്ക് തരട്ടെ. ഒരു മരുമകൻ വീട്ടിൽ വന്നാൽ കുടുംബബന്ധം തകരരുത്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ നുഫൂസുനാ ബിയദില്ലാഹ്, ഞങ്ങളുടെ ആത്മാവ് അല്ലാഹുവിന്റെ കയ്യിലല്ലേ നബിയേ? ഉറങ്ങുന്ന നേരം റൂഹ് പടച്ചവന്റെ അടുക്കൽ പോകുമെന്നല്ലേ അങ്ങ് പറഞ്ഞത്? ഇൻഷാ അംസകഹാ വ ഇൻഷാ അർസലഹാ. അല്ലാഹു ഉദ്ദേശിച്ചാൽ റൂഹിനെ തിരിച്ചു തരും, ചിലപ്പോ അവനങ്ങ് പിടിച്ചു വെച്ചേക്കും. പടച്ചോൻ റൂഹ് തിരിച്ചു തരാതെ എങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും നബിയേ? അങ്ങല്ലേ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞതല്ലേ? അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് മറുപടി പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾക്ക് ചിരി വന്നുപോയി. എന്തോ ഒരു വീടാണിത്, എന്ത് വലിയ തമാശ നിറഞ്ഞ അഷ്റഫുൽ ഖൽഖിന്റെ വീടാണിത്. ഈത്തപ്പനമരത്തിന്റെ ഓലമനഞ്ഞ വീട്ടില് തഹജ്ജുദിന് ഈ അമ്മായപ്പനോട് മരുമോൻ തർക്ക് പറയാണ്, നബിയെ നിങ്ങളല്ലേ പറഞ്ഞത് പടച്ചോ തിരിച്ചു തരാതെ എങ്ങനെ എഴുന്നേക്കും നബിയെ? ഇത് കേട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി. ഇറങ്ങിപ്പോകുന്ന വഴിയിൽ അല്ലാഹുവിന്റെ റസൂല് തന്റെ വലത്തെ കൈകൊണ്ട് തന്റെ തൊടയിൽ ഇങ്ങനെ അടിച്ചിട്ട് ഹബീബ് പിറുപിറുത്തിട്ട് ഒരായത്തോതിയിട്ട് തിരിച്ചിറങ്ങിപ്പോയി. വകാനൽ ഇൻസാനു അക്തറ ശൈഇൻ ജദലാ. അല്ലെങ്കിലും മനുഷ്യനെ തർക്കിക്കുന്ന കാര്യത്തിൽ ഒട്ടും പുറകിലല്ലോ. വകാനൽ ഇൻസാനു അക്തറ ശൈഇൻ ജദലാ. അല്ലെങ്കിലും തർക്കത്തിന്റെ കാര്യത്തിലും മനുഷ്യൻ തെറിയിലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചുപോയി നബി മുഹമ്മദ് മുസ്തഫ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയിൽ സ്വന്തം മകളെ തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിച്ചെഴുന്നേൽപ്പിച്ച ആ വാപ്പാന്റെ ഉത്തരവാദിത്വം 5 വഖത്ത് നിസ്കാരത്തിനെങ്കിലും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ക്ഷണിക്കാറുണ്ടോ? ഗൾഫിൽ നിന്ന് അവധിക്ക് വരുമ്പോ വാപ്പ കുറച്ചു നാളെ ഉള്ളൂ, ശരി തന്നെ. പക്ഷേ കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി കാസർഗോഡ് ടൗൺ മുതൽ ഇതുവരെ തെളിഞ്ഞു നിൽക്കുന്ന വൈകുന്നേരം 5 മണിക്ക് തുറന്നിട്ട് പാതിരാത്രി 3 മണിക്ക് പൂട്ടുന്ന ബ്രോസ്റ്റും ഷവർമയും വാങ്ങിച്ചു കൊടുത്ത് ഫാമിലിയായി പാതിരാത്രി മുഴുവനും അങ്ങാടി കറങ്ങിയിട്ട് വയറ് നിറച്ച് ബ്രോസ്റ്റും കോടിയും വാങ്ങിച്ചു മക്കളെ ആമാസിക നിറച്ച് 2 മണിക്ക് ഭാര്യയും മക്കളെയും കൊണ്ടുപോയി വീട്ടിൽ കിടന്നുറങ്ങുന്ന വാപ്പ ഉമ്മ സുബഹിക്കെടുന്നേക്കാട് ആ മക്കളെ എഴുന്നേൽപ്പിക്കാട് ആ മക്കൾക്ക് നരകത്തിന്റെ ഭക്ഷണം നിറച്ചു കൊടുത്ത് ആ മക്കളെ നിസ്കാരം കളാക്കിയതിന്റെ ഉത്തരവാദിത്വമാർക്ക? എന്നോട് ദേഷ്യം തോന്നനാ? എന്നോട് ദേഷ്യം തോന്നനാ? ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം? ആരാ?
ഏത് വീടാ നേരത്തെ കിടന്നുറങ്ങണ വീടേതാ ഉള്ളത്? നമ്മുടെ വീടുകൾക്ക് പറ്റിയ ഏറ്റവും വലിയ അപജയം ബറക്കത്തില്ലാത്തതിന്റെ കാരണം താമസിച്ചുറങ്ങലും സുബഹിക്ക് എഴുന്നേൽക്കാത്തതുമാണ്. പണ്ടൊക്കെ കട അടക്കണ സമയത്താണ് ഇപ്പൊ കട തുറക്ക. 5 മണിക്ക് തുറന്നിട്ട് 2 മണി വരെ ആയിക്കോളൂ. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് നിങ്ങൾക്ക് മക്കളുമായിട്ട് പോകാമല്ലോ. രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഏടാ? പിള്ളേരൊക്കെ എഴുന്നേറ്റ് പോകുന്ന എനിക്ക് തോന്നുന്നു. ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യകരമായി? 7 മണിക്ക് ശേഷം കഴിക്കരുതെന്നാ ഡോക്ടർമാര് പറയാ. മഗ്‌രിബിന് 7 മണിക്ക് മുമ്പ് രാത്രി ഭക്ഷണം കഴിക്കണമെന്ന്. ഏറ്റവും നല്ല സമയം ഏതാ? 7 മണിക്ക് മുമ്പ് രാത്രിയിലെ ഭക്ഷണം അവസാനിപ്പിക്കണം. ഈ പാതിരാത്രി ഇങ്ങനെ തിന്നണത് കൊണ്ടാണ് എല്ലാവർക്കും കുടവയറിറങ്ങണത്. പണ്ടൊക്കെ ഇങ്ങനെ കൈകെട്ടിയവർ ഇപ്പൊ ഇങ്ങനെ കൈകെട്ടത്. രാത്രിയിലെ ഭക്ഷണം തിന്ന ഉടനെ ഉറങ്ങും, ദഹിക്കല് നടക്കൂല. സഹോദരങ്ങളെ, ഭാര്യയും മക്കളുമായി നിങ്ങൾ വെളിയിൽ പോയിക്കോളി. ഏറ്റവും കുറഞ്ഞത് 10 മണിക്ക് മുമ്പ് നിങ്ങൾ വീട്ടിലെത്തണം. മക്കളെ നേരത്തെ കിടത്തി ഉറക്കണം. എന്നിട്ട് പറയണം, മക്കളെ നിങ്ങൾ തഹജ്ജുദ് സുബ്ഹി ജമാഅത്തായിട്ട് നിർവഹിക്കണം. വാപ്പയും ഉമ്മയും കാര്യത്തിൽ എന്താ ചെയ്യാ? ശരിയല്ലേ? ശരിയല്ലേ? നമ്മുടെ മക്കളുടെ ആരോഗ്യത്തെയും നമ്മൾ നശിപ്പിക്കും. ചുമ്മാ ഇറങ്ങി കറങ്ങി നടക്കാൻ. ഇശാ നമസ്കാരം കഴിഞ്ഞ് മസ്ജിദുൻ നബവിയിൽ ആരെങ്കിലും കഥ പറഞ്ഞിരിക്കുന്നുണ്ട്, നബി തങ്ങൾ അവരെ ആട്ടി ഓടിക്കും, വീട്ടിൽ പോകാൻ പറയും. പള്ളിയിൽ ഇരുത്തൂല. ഇശാ കഴിഞ്ഞിട്ട് ഇരുന്നൂടാ, കഥ പറഞ്ഞിരുന്നൂടാ. ഇശാ കഴിഞ്ഞിട്ട് രാക്കഥ പറഞ്ഞുകൂടാ. നഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളെയാണ്. ആ മക്കള് സുബഹിക്ക് വന്ന് നിസ്കരിച്ച് പഠിച്ചിട്ടില്ല, അള്ളാനെ പഠിച്ചിട്ടില്ല, അവിടുത്തെ ഹബീബിനെ പഠിപ്പിച്ചിട്ടില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നമ്മുടെ മക്കളെ ഇങ്ങനെ കൊണ്ടുനടക്കേണ്ട പാതിരാത്രിക്കാണോ? അല്ല, നമ്മുടെ മക്കളെ ഇതേപോലെ അള്ളാന്റെ റസൂല് ഫാത്തിമ ബീവിയെ കൊണ്ടു നടന്നത് എങ്ങനെയാ? എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടല്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല ഒരു സംഭവം പറയുന്നുണ്ട്. ഞാനും എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയും, ഉറക്കെ പറയും മനുഷ്യന്മാരെ. സമയായ നിർത്താ? സമയായ 10 മണി വരെ പോവില്ലേ? നന്നായി. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഏറ്റവും നല്ല ടൈം 7 മണിയാണ്. ഞാൻ ഈ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. എന്തിനെന്നറിയോ? വളരെ നേരത്തെ തുടങ്ങി. യഥാർത്ഥത്തിൽ ഏത് പ്രസംഗവും നടത്തേണ്ട ടൈമാണ് മഗ്‌രിബ് കഴിഞ്ഞ് തുടങ്ങുക, 9 മണിക്ക് അവസാനിപ്പിക്കുക. ഇല്ലെങ്കിൽ ഈ വാതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവും. ഒരു പ്രഭാഷകനായ ഞാൻ തന്നെ പറയണം, ഇത് 9:30 മണിക്ക് തുടങ്ങും, 12:30 വരെ വാതില് പോയി കിടന്നുറങ്ങും. സുബഹിക്ക് എഴുന്നേക്കൂല. പ്രസംഗിക്കുന്ന ആൾ എഴുന്നേക്കൂല, കേൾക്കണവർ എഴുന്നേക്കൂല. ഒരു 4 ദിവസം തുടർച്ചയായിട്ട് 1 മണിക്ക് ഇറങ്ങിയാൽ അവസ്ഥ എന്താ? സുബഹി ജമാഅത്തായിട്ട് നിസ്കരിക്കണമെങ്കിൽ സുബഹി പോകും. സുബഹി കഴിഞ്ഞ് ഔറാദുള്ളവർ ഓതൂല, കിടന്നുറങ്ങും. വാതിലുകൊണ്ട് എന്താ ഗുണം? വാതിലിന് വന്നു, വാതിലിന് വന്നു, സുബഹിക്ക് ഇല്ല. കള്ള എന്താ കഥ? പണ്ട് മുസ്ലിമായ ഒരാൾ കള്ളു കുടിക്കാൻ ബാറിൽ കയറി. കള്ളു കുടിച്ചോണ്ട് ഇപ്പൊ സപ്ലയറോട് ചോദിച്ചു, ഇതിന്റെ കൂടെ തൊട്ട് നക്കാൻ എന്തുണ്ടെന്ന്, ടച്ചിങ്സിന്. അപ്പൊ സപ്ലയർ പറഞ്ഞ് നല്ല ഞണ്ടിന്റെ കറിയുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു, അല്ലോ അത് വേണ്ട, നമ്മുടെ മദ്ഹബി കറാഹത്താണ്. ടച്ചിങ്സിന് വെച്ചാൽ അയാൾ പറഞ്ഞ് ഞണ്ടിന്റെ കറി. അപ്പൊ അത് വേണ്ട, അത് നമ്മുടെ ഷാഫി മദ്ഹബിൽ ചെറിയ കറാഹത്താണ്, അതുകൊണ്ട് വേണ്ട. പിന്നെ കയ്യിലുള്ളതോ ഹറാമാണ്. വഅ്ല് കേൾക്കാൻ നമ്മളെല്ലാരും ഉണ്ട്. സുബഹിക്ക് ബാങ്ക് വിളിച്ചപ്പോ അരസഫില്ല. പിന്നെ ഈ വഅ്ല് പള്ളിമുറ്റത്ത് നടത്തിയിട്ടുള്ള പ്രയോജനം എന്താ? അതുകൊണ്ടാണ് വഅ്ല് പ്രയോജനം ചെയ്യാത്തത്. ഈ 7 മുതൽ 9:30 വരെയുള്ള ടൈം പ്രൈം ടൈമാണ്. അതുകൊണ്ടാണ് പ്രൈം ടൈം ന്യൂസ്. എല്ലാ സീരിയലും ആ സമയത്ത്. കാരണം ആ സമയത്ത് പറഞ്ഞാൽ ഹൃദയത്തെ സ്വാധീനിക്കുന്നത് പോലെ വേറൊരു സമയത്ത് ഹൃദയത്തെ സ്വാധീനിക്കില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് കാണുന്ന സീരിയൽ പിറ്റേ ദിവസം അതേ സമയത്ത് കാണുമെന്ന് തോന്നല് വരിക. ആ സമയത്ത് പെട്ടെന്ന് ഹൃദയത്തിലോട്ട് ക്യാച്ച് ചെയ്യും. ആ സമയത്ത് അള്ളാഹുവിനെയും റസൂലിനെയും കുറിച്ച് പറഞ്ഞാൽ ഹൃദയത്തിലേക്ക് ചെയ്യും. അപ്പൊ യഥാർത്ഥത്തിൽ നാളെയും മഗ്‌രിബ് കഴിഞ്ഞ ഉടനെ തുടങ്ങണം. ഇതിൽ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാനിപ്പോ എന്റെ എല്ലാ ഡേറ്റും കൊടുക്കണം ഇങ്ങനെ ഷടിച്ചിട്ടാണ്. 10:30 മണിക്കപ്പുറത്തേക്ക് ഞാനിപ്പോ വാള് പറയില്ല.
അത് മതി. എന്തിനാണ് ജുമാ പ്രസംഗിച്ച് കുറേ ആളുകൾ ആരുമായിട്ട് നടക്കുന്നതിനപ്പുറം പറയണതുള്ളത് അത്രയും മതി. ഈ ടൈം കിട്ടിയാൽ വലിയ 10,000-കണക്കിന് ആളുകളൊന്നും വേണ്ട, ആ പൂതിയൊക്കെ തീർന്നു. എന്നെ ഞാൻ പറയാം, 10,000 ഗ്രൗണ്ട് നിറഞ്ഞ ആളുകളൊക്കെ, അതിനൊക്കെ ഒരു കാലം ഉണ്ട്, ആ കാലം കഴിഞ്ഞു, ആ പൂതിയൊക്കെ തീർന്നു. ഇങ്ങനെ അർശിന്റെ മുകളിൽ വലിയ ശൈഖുനായിട്ട് ഇപ്പൊ തിരിച്ചറിവിന്റെ കാലമാണ്. 40 കഴിയണം അതിന്, തിരിച്ചറിവിന്റെ കാലം. അതുകൊണ്ടാണ് 40 കഴിഞ്ഞപ്പോ ഹംദാൻ ഫൗണ്ടേഷൻ ഞാൻ തുടങ്ങിയത്. ഈ പ്രസംഗം അവസാനിക്കും, ഈ ആൾക്കൂട്ടം അവസാനിക്കും, എന്റെ ശബ്ദം തീരും. പക്ഷേ ഹംദാനിലെ 200 ഹാഫിളീങ്ങൾ, എന്റെ ഒരു സ്വപ്നമാണ് ഹാഫിളായ ആലിമായ IAS കാരൻ. ഐ ഹാവ് എ ഡ്രീം. ആ സ്വപ്നത്തിന്റെ പുറകെയാണ് ഞാൻ. നാളെ അഹമ്മദ് കബീർ ജീവിച്ചിരുന്നു എന്നതിന് അടയാളം പറഞ്ഞ സദസ്സുകളല്ല, പ്രഭാഷണ വേദികളുടെ എണ്ണമല്ല, കൂടിയ റെക്കോർഡ് ജനക്കൂട്ടമല്ല, ഹംദാനിൽ നിറങ്ങുന്ന എന്റെ ഹാഫിളീങ്ങളായ എന്റെ വിദ്യാർത്ഥികളാണ്. അതിന്റെ പുറകിലാണ് ഞാൻ. ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിന് നമ്മളാൽ കഴിയുന്നത് ചെയ്യാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു വീടിനെ എങ്ങനെ രൂപീകരിക്കണം. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഞാനും എന്റെ ഹബീബായ നബി തങ്ങളും ഞങ്ങളുടെ വീട്ടിൽ, എന്റെ വീട്ടിൽ ഒരു ഉച്ച നേരത്ത് ഒരു പുതപ്പിന്റെ അടിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടക്കുക. ഞങ്ങൾ രണ്ടുപേരും കൂടെ പുതപ്പിന്റെ അടിയിൽ കിടന്ന്, പകുതിയെ പുതപ്പിട്ടിട്ടുള്ളൂ, അതിന്റെ അടിയിൽ കിടന്ന് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. വാതിൽ അടച്ചിട്ടില്ല. ആരാ പറയുന്നത്? ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഭാര്യമാരുടെ കൂടെ അള്ളാഹുവിന്റെ റസൂൽ ഉച്ച നേരത്ത് പകുതി പുതപ്പ് മുടിച്ചിട്ട് ആ കൊച്ചു വീട്ടില് 10 മുഴം നീളമുള്ള, AC റൂമൊന്നുമല്ല, 10 മുഴം നീളമുള്ള 8 മുഴം വീതിയുള്ള, ആകാശത്ത് മഴ പെയ്താൽ മുഴുവനെ ചോർന്നൊലിക്കുന്ന ആ കൊച്ചു കൂരയില് അവർ രണ്ടുപേരും പുതപ്പിന്റെ ഉള്ളിൽ കടന്നു. എന്റെ പൊന്നു മനുഷ്യന്മാരെ, ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ ഒരല്പം ഒരു മിംഗ്ലിങ് വേണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഭർത്താവും ഭാര്യയും തമ്മിൽ, നമ്മുടെ ഭാര്യയുടെ കൂടെ നമ്മൾ ഒരല്പസമയം ഇങ്ങനെ ഇരിക്കുവോ? എനിക്കും തിരക്കാണ്, അവിടെ പോണം ഇവിടെ പോണം, തുണി ഇടറി മുണ്ടിടറി മൊബൈൽ ഫോൺ എവിടെ, വീട്ടിലിരിക്കണം. ഭാര്യയോട് വർത്താനം പറയാൻ സമയമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കണ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയോ? വജ്രമോതിരല്ല, 10 പവന്റെ മാലയല്ല. ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റണ ഏറ്റവും വലിയ സമ്മാനം അവളെ കേൾക്കലാണ്. അവളെ കേൾക്കുക. ആ ഭാര്യയെ കേൾക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക. അല്ലെ നിങ്ങൾ 10 പവന്റെ മാലയും വജ്രമോതിരവും കൊടുക്കണല്ല. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് വൈകുന്നേരം വരെ കടയിൽ സംസാരിക്കാൻ ആളുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, പള്ളിയിലുണ്ട്, എല്ലാവരും ഉണ്ട്. സംസാരിച്ച് കൊതി തീർന്നിട്ടാണ് നമ്മൾ വീട്ടിൽ പോവുക. നമ്മുടെ ഭാര്യ അങ്ങനെയല്ല. രാവിലെ ഭർത്താവ് പോയ പിന്നെ അവൾക്ക് സംസാരിക്കാൻ ആരുമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവള് കാത്തിരിക്കണത് എൻ്റെ ഭർത്താവ് വരുമ്പോ എനിക്ക് ഇത്രയേറെ സംസാരിക്കണം. എല്ലാ ജോലിയും കഴിഞ്ഞ് പാവൻ രാവിലെ മുതൽ മക്കളെ പറഞ്ഞു വിട്ട്, ഈ മക്കളെ സ്കൂളിൽ വിടുക എന്ന് പറഞ്ഞാൽ ആ സമയമില്ല. തമിഴ്നാട്ടിൽ നിന്ന് താറാവിനെ കൊണ്ടുവരണ മാതിരിയാണ്. ഈ മക്കളെ സ്കൂളിൽ വിടുക എന്ന് പറഞ്ഞാൽ ഒന്നിനെ ഇങ്ങോട്ട് ഓടിക്കാൻ 4 അങ്ങോട്ട് പോകും, അപ്പുറത്തുനിന്ന് ഓടിക്കുമ്പോൾ ഇങ്ങോട്ട് പോകും. ഈ കുട്ടികളുണ്ടല്ലോ, ഒരു ഭർത്താവും വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കാത്തൊരു സമയമുണ്ട്. ഏതാണെന്നറിയോ? ഒരു ഭർത്താവും വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കാത്തൊരു സമയമുണ്ട്. ഏത് സമയം? എന്താ അപ്പൊ നിങ്ങൾ പറയാം, നിങ്ങളെല്ലാം ബാച്ചിലേഴ്സാ, എല്ലാം ഋഷിശൃംഗന്മാരാണ്. ഏതാ ടൈം? 8 മുതൽ 9 വരെ. ആ സമയത്താണ് ഈ മക്കളെ സ്കൂളിൽ വിടുന്ന സമയം. ഭാര്യയും മക്കളും തമ്മിൽ ഒരു ബദർയുദ്ധം നടക്കുന്ന സമയമാണ്. അവന്റെ പാത്രം കാണൂല, സഞ്ചി എവിടെ? ഭാര്യക്ക് ഭയങ്കര ബിപി. സഞ്ചി എവിടെ? സഞ്ചി തോറ്റോത്ര എവിടെ? ഇങ്ങോട്ട് വേണം. അപ്പോഴാണ് നിക്കറ്. ബെൽറ്റ് എവിടെ? ബെൽറ്റ് കാണാനില്ല. ബെൽറ്റ് ഇട്ടപ്പോ അതിന്റെ ക്ലിപ്പ് കാണാനില്ല. ഇവന്റെ ഒക്കെ തലക്ക് കൊടുക്കണം ഒരു അടി, അങ്ങോട്ട് ഇങ്ങോട്ട്. വീട് മുഴുവൻ ഒരു യുദ്ധക്കളവാണ്. അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവനെ എടുത്ത് ഒരു വിധത്തിൽ കുളിപ്പിച്ച് കൊണ്ടുവന്ന് ബാഗ് എല്ലാം കൊണ്ട് വെച്ച്, പുസ്തകവും വെച്ച് എടുത്തും വെച്ച് ബാഗിലോട്ടിട്ട് തോളിലോട്ട് ഇടുമ്പോഴാന്ന് പറഞ്ഞത് ബാഗിന്റെ വള്ളി പൊട്ടിയിരിക്കുന്നു. ഇവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യം, ഇവന്റെ തന്തയിന്റെ അപ്പുറമാണ് കൊടുക്കാണ്ട് തലയ്ക്ക്. ആ സമയത്തൊരൊറ്റ ഭർത്താക്കന്മാരും വീട്ടിൽ ഇരിക്കുന്ന ഇഷ്ടപ്പെടൂല. ഇഷ്ടപ്പെടുവോ? അതൊരു സമയമാണ്. ആ സമയത്ത് എന്തേലും പറയാൻ പോയാൽ തീർന്ന് അന്ന് തലാക്കം പോയി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഭർത്താവിനുള്ള ചോറ് ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് കുളിച്ച് നിസ്കരിച്ച് കാത്തിരിക്കാണ് ഭർത്താവ് വരുന്നതും കാത്തു. മഗ്‌രിബായപ്പോ ഭർത്താവ് വന്നു. ഈ പാവം കുളിച്ചൊരുങ്ങി ആണ്ടിയുടെ പൗഡർ ഇട്ട് ഉള്ള സ്പ്രേയും, പിന്നെ കാസർഗോഡുകാരെ സംബന്ധിച്ചോളം ലോകത്തെ ഏത് കറുമ്പനും വെളുക്കണ ക്രീമും ഉണ്ട്. ഇപ്പൊ
ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കണുണ്ട്? ഞാൻ ആ ക്രീം കുറെ നോക്കിയിട്ട് കണ്ടുമില്ല. കാസർഗോഡുകാരെ വെളുക്കണ ക്രീമുണ്ട്, അതിട്ടാൽ ആരും വെളുക്കുന്നാണ്. പോക്കറ്റാണോ മുഖമാണോ എന്ന് അറിഞ്ഞൂടാ, വെളുക്കും. ആ ക്രീമൊക്കെ ഇട്ട് ഭർത്താവ് ഇങ്ങോട്ട് വരുമ്പോ ഭാര്യ വന്നിട്ട്, പിന്നെ ഞാൻ ഇന്ന് അടുക്കള എന്നപ്പോ നിങ്ങളുടെ പെങ്ങള് ഇവൻ അവളോട് കടിച്ച് അടിച്ചില്ല. അതോടെ ആ പാവത്തിന്റെ എല്ലാം അതേപടി പോകും. യഥാർത്ഥത്തിൽ അവര് സംസാരിക്കാൻ കാത്തു നിൽക്കാൻ ആ സമയത്ത് വന്നിട്ട്, പിന്നെ എന്താ നിങ്ങളുടെ പെങ്ങളിന്ന് അടുക്കളയിക്കുമ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം മെല്ലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട്, അതിപ്പോ നീ നോക്കരുത്, നിനക്ക് ഞാനില്ലേ, ഞാൻ നിന്നെ വല്ലതും പറയോ? ഇല്ല. ഞാനില്ലേ കൂടെ? ഉണ്ട്. പിന്നെന്താ? അതോടെ തീർന്ന ഒറ്റ വാക്കും മതി, അതിൽ തീരും. പക്ഷെ ഇത് പറയാൻ നമ്മുടെ ഹൃദയവും നാവും പറ്റണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു കുടുംബത്തെ രൂപാന്തരപ്പെടുത്തി എടുക്കണമെങ്കിൽ പൈസ മാത്രം പോരാ, മക്കള് മാത്രം പോരാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ കൂടെ സമയം ചെലവഴിച്ചു. അപ്പോൾ ഹബീബായ നബി തങ്ങളുടെ ഭാര്യ, ഇവിടെ കേട്ടോളി, ആയിഷ റളിയല്ലാഹു തആല പറയാ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മകൾ ഇബ്നത്ത് റസൂലുള്ളാഹ് ഹബീബായ നബി തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്നു. മാ കാമലഹാ റസൂലുള്ളാഹ്, മകൾ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിന്നില്ല. ഇവിടെ എന്നെ നോക്ക്. ആയിഷ ബീവി പറയാ, ആ വന്നപ്പോ മകള് വന്നപ്പോ വാപ്പ എഴുന്നേറ്റ് നിന്നില്ല. ഫാത്തിമ ബീവി കടന്നു വരുമ്പോ, മോള് വരുമ്പോ വാപ്പ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആരെങ്കിലും ബഹുമാനിക്കോ? പെമ്മക്കൾ വരുമ്പോ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണ വാപ്പമാരുണ്ടോ എന്ന് കൈവക്കി. പടച്ചോനെ, ആരുമില്ലേ? നമ്മുടെ പെൺമക്കളെ ബഹുമാനിക്കുന്നവർ തീർന്നില്ല. നിങ്ങൾ പഠിക്കീൻ, ഹബീബിന്റെ ജീവിതം പഠിക്കീൻ. എഴുന്നേറ്റ് നിന്നിട്ട് ആ പ്രിയപ്പെട്ട മോളെ ചേർത്ത് പിടിച്ചിട്ട് ഫാത്തിമ ബീവിയുടെ 2 കണ്ണുകളുടെ ഇടയിൽ ചുംബനം കൊടുക്കുമായിരുന്നു ഉപ്പയായ നബി മുഹമ്മദ് മുസ്തഫ. ഉപ്പയായ നബി മുഹമ്മദ് മുസ്തഫ, ഉപ്പയായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇങ്ങനെയാണ് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കേണ്ടത്. ആ പ്രിയപ്പെട്ട മകളുടെ 2 കണ്ണുകളുടെ ഇടയിൽ പുരികത്തിൽ മുത്തം കൊടുക്കും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കല്യാണം കഴിഞ്ഞ് വിട്ട ഫാത്തിമ ബീവിയെ പോലും കണ്ടാൽ ചേർത്ത് പിടിച്ചിട്ട്, ഉപ്പമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്, ആ പൊന്നുമോളുടെ കവിളിൽ ഇങ്ങനെ മുത്തം കൊടുക്കുന്ന ഹബീബിനെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ പെമ്മക്കട ഈ നെറ്റിയിൽ 2 പുരികത്തിന്റെ ഇടയിൽ ഉമ്മ കൊടുക്കണ വാപ്പമാരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കി. ആരുമില്ല. ഇപ്പൊ മഴയൊക്കെ പറയണ്ട, ദുആ ചെയ്തപ്പോ നമ്മുടെ ഇതും മാറി. ആരേലും ഉണ്ടോ? ഇല്ല. സുബ്ഹാന ജല്ല ജലാലു. നിങ്ങളുടെ ഉപ്പമാരൊന്നും മുത്തം തരൂല്ല. ഇവിടെ മോനെ കൊടുക്കണം. കല്യാണം കഴിച്ചു വിട്ടു മോളെ. ശ്രദ്ധിച്ചത് ഈ പറയുന്ന പച്ചയായ ജീവിതമാണ്. ഇതൊക്കെ കേട്ടിട്ട് ആർക്കെങ്കിലും ഒരു ആശ്വാസം ഉണ്ട്? എങ്ങനെയാണ്? മോളെ കല്യാണം കഴിച്ചു വിട്ടു, വാപ്പ 2 മാസത്തെ അവധിക്ക് വന്നു. കല്യാണം കഴിച്ചു വിട്ട മോളെ കാണാൻ വാപ്പ തന്നു. ഭർത്താവിന്റെ വീട്ടില് തന്റെ മോൾക്ക് അത്ര സുഖമൊന്നുമല്ല, ധാരാളം പ്രശ്നങ്ങളും സങ്കടങ്ങളും ഭർത്താവിന്റെ വീട്ടിലുണ്ട്. ആ സങ്കടത്തിൽ മോള് ജീവിക്കുമ്പോഴാ വാപ്പ കാണാൻ വരിക. വാപ്പ വരുമ്പോ ആ മോളൊരു സങ്കടവും പറയൂല. 2 മാസത്തെ ലീവിന് വാപ്പ വന്നിട്ട്, വാപ്പ കുറെ ലോണും കടവും ഒക്കെ എടുത്തിട്ടാണ് ഒരു വിധത്തിൽ കെട്ടിച്ചു വിട്ടത്. ആ വാപ്പ മോളെ കാണാൻ വേണ്ടി 2 മാസത്തെ ലീവിലൊന്ന് കാണാൻ വരുമ്പോ എന്റെ സങ്കടം വാപ്പാനോട് പറഞ്ഞിട്ട് വാപ്പാനെ ബുദ്ധിമുട്ടിക്കണ എന്തിനാ, ഉപ്പാക്ക് സങ്കടം കൊടുക്കണ എന്തിനാ എന്ന് വിചാരിച്ചിട്ട് ആ മോള് മിണ്ടാതിരിക്കും. ഒന്നും മിണ്ടൂല, നമ്മളോട് ചിരിച്ചുകൊണ്ട് നിൽക്കും. അവളെല്ലാം ഉള്ളിൽ ഒതുക്കും. അവസാനം വരാൻ നേരത്ത് മോളെ, വാപ്പ പോവട്ടെ മോളെ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞിറങ്ങുമ്പോ
വാതിൽപ്പടിയിൽ നിന്ന് വേദന മുഴുവനും കടിച്ചമത്തി അവൾ ചിരിക്കും. പറയൂല നമ്മളോട് സങ്കടം മനുഷ്യന്മാരെ. ആ സമയത്ത് ഇറങ്ങാൻ നേരത്തെ പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് അവിടെ 2 പുരികത്തിന്റെ ഇടയില് ഉപ്പ ഒരു മുത്തം കൊടുത്ത് സലാം പറഞ്ഞിട്ട് ഇറങ്ങിയാൽ ആ മോൾക്ക് പിന്നെ ജീവിക്കാൻ അത് മതി. അവളുടെ മനസ്സിന്റെ സങ്കടം മാറും, അവളുടെ ഹൃദയത്തിന് ഒരു എനർജി കിട്ടും. ആരെന്നെ കൈവെടിഞ്ഞാലും എന്റെ ഉപ്പ എന്നെ കൈവിടൂല, ആരെന്നെ ഒറ്റപ്പെടുത്തിയാലും എന്റെ ഉപ്പ എനിക്കുണ്ട്, ആരെന്നെ ഇറക്കി വിട്ടാലും എന്റെ ഉപ്പ എന്നെ ഇറക്കി വിടൂല, എന്റെ ഉപ്പാന്റെ കൽബിൽ ഇപ്പോഴും എനിക്കൊരു സ്ഥാനമുണ്ട് എന്ന് ആ മോൾക്കൊരു ആത്മവിശ്വാസം കൊടുക്കാൻ ഉപ്പാന്റെ ആ ഒരു മുത്തത്തിന് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അത് കൊടുത്തുകൂടാ? കൊടുക്കൂലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ലേ? ആ മോൾക്കത് മതി. ഏത് സമയത്ത് കണ്ടാലും വാപ്പയും മക്കളും തമ്മിൽ ഒരു ഊഷ്മളമായ ബന്ധമുണ്ടാവണം. നമ്മുടെ മക്കളെ അവർ നമ്മളെയും സ്നേഹിക്കണം, നമ്മൾ അവരെയും സ്നേഹിക്കണം. ഈ രീതിയിൽ എവിടെ വെച്ച് കണ്ടാലും തന്റെ പ്രിയപ്പെട്ട മകളെ ചേർത്ത് വെച്ചിട്ട് മുത്തം കൊടുക്കുമായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഈ വാപ്പാനെയും ഉമ്മാനെയും ഉപേക്ഷിച്ചിട്ട് മറ്റുള്ളവരുടെ കൂടെ ഓടിപ്പോകുന്ന പെൺമക്കളുടെ കഥ കേൾക്കുമ്പോ വാപ്പ തലകുനിച്ചിട്ട് ഈ ലോകത്തു കൂടി നടക്കാൻ പെൺമക്കളെ കാരണമാകുമ്പോ ഞാൻ നിങ്ങളോടൊരു മകളെ പറഞ്ഞു തരട്ടെ. ഏത് മകളാണെന്നറിയോ? അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ റൗളാ ശരീഫിലെ ഖബറടക്കിയിട്ട് സഹാബത്ത് തിരിച്ചു വരുമ്പോ ഈ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലിരുന്നിട്ട് പൊട്ടിക്കരയാ. കടന്നു വന്ന അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അനസേ അതാബത്ത് അൻഫുസുക്കും വന തഖതു വലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തുറാബ്. നമ്മുടെ ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിലേക്കും മണ്ണ് വാരിയിടാൻ അനസേ നിനക്കെങ്ങനെയാണ് കഴിഞ്ഞതെന്ന് ചോദിച്ച് തന്റെ ഉപ്പയെ കബറടക്കപ്പെട്ട ദിവസം ആ പൊന്നുമോള് ചങ്ക് പൊട്ടി കരയുന്നു കുടിലിരുന്ന്. എല്ലാവരും പിരിഞ്ഞു പോയപ്പോ അതേവരെ തന്നെ കൈവെള്ളയിൽ വെച്ച് തന്നെ താലോലിച്ച് നടന്ന ഉപ്പ മരണപ്പെട്ടപ്പോ അന്നത്തെ ദിവസം വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരാറ് ഫാത്തിമ റളിയല്ലാഹു തആല വാപ്പാന്റെ കബറിടത്തിൽ പോയി പൊട്ടിക്കരയുന്ന വികാരഭരിതമായൊരു രംഗമുണ്ട്. ഓരോ പിതാക്കന്മാരും മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്നേഹമില്ലേ? നമ്മുടെ മക്കൾ നമുക്ക് തിരിച്ചു തരേണ്ട ഒരു സ്നേഹമില്ലേ? തന്റെ വാപ്പ മരണപ്പെട്ട ആദ്യത്തെ ദിവസം ആ കുടിലില് ഉപ്പയില്ലാത്ത വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരാറ് ഫാത്തിമ റളിയല്ലാഹു തആല റൗളാ ശരീഫിന്റെ മുമ്പിലോട്ട് പോവാ. പാതിരാ സമയത്ത് മദീന റൗളയിലേക്ക് ചെന്ന് ഉപ്പാന്റെ കബറിന്റെ അടുക്കൽ ചെന്നിട്ട് ആ പൊന്നുമോള് പൊട്ടിക്കരയുന്നുണ്ട്, ഉപ്പാ എന്റെ പൊന്നുപ്പയെവിടെ? അല്ലാഹുവിന്റെ റസൂലിന്റെ തിരു റൗളാ ശരീഫിന്റെ ചാരത്തുള്ള ഖബർ ശരീഫിന്റെ മുമ്പിൽ നിന്ന് 16 17 വയസ്സ് പോലും ഇല്ലാത്തൊരു പാവപ്പെട്ട പെൺകൊടി അല്ലാഹുവിന്റെ റസൂൽ എന്ന പ്രിയപ്പെട്ട ഉപ്പാടെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ടൊരു വിലാപകാവ്യം പാടുന്നുണ്ട്. കുല്ലിൽ മുഗയ്യബി തഹത ബാഖി തറാ ഇൻ കുന്ത തസ്മഉ സർഖതി വനിദാഇയാ സുബ്ബത് അലയ്യ മസായിബുൽ ലൗ അന്നഹാ സുബ്ബത് അലൽ അയ്യാമി സിർന ലയാലിയാ കുല്ലിൽ മുഗയ്യബി തഹത അത്ബാഖി തറാ. ഈ മൺതട്ടയുടെ ഈ കാണുന്ന മൺതിട്ടയുടെ അടിയിൽ കിടക്കുന്ന എന്റെ ഉപ്പാന്റെ അവസ്ഥ ആർക്കെങ്കിലും അറിയുമെങ്കിൽ എന്റെ ഉപ്പയുടെ അവസ്ഥ എന്ന് നീ പൊന്നുമോളോടൊന്ന് പറഞ്ഞു തരുവോ? കുല്ലിൽ മുഗയ്യബി തഹത അത്ബാഖി തറാ ഇൻ കുന്ത തസ്മഉ സർഖതി വനിദാഇയാ. കവിൾ തടത്തിലൂടെ കണ്ണുനീരൊഴുകി. ഈ പൊന്നുമോളുടെ കണ്ണുനീരാരെങ്കിലും കാണുന്നെങ്കിൽ ഈ കബറിന്റെ ഉള്ളിൽ എന്റെ ഉപ്പാന്റെ അവസ്ഥയൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ? സുബ്ബത്
സുബ്ബത്ത് അലയ്യ മസായിബുൽ ലൗ അന്നഹാ സുബ്ബത്ത് അലൽ ലയാമി സിർന ലയാലിയാ. പടച്ചവനെ, ഫാത്തിമയുടെ ജീവിതത്തിലെ സങ്കടങ്ങളാണല്ലോ റബ്ബേ, പ്രയാസങ്ങളാണല്ലോ റബ്ബേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ആകെയുള്ളത് എനിക്ക് എന്റെ ഉപ്പച്ചിയായിരുന്നു. ഇന്നെന്റെ ഉപ്പയും മരണപ്പെട്ടു പോയി. എന്റെ ഉപ്പ മരിച്ചതിന് ശേഷം സിർനലയാലിയാ, പിന്നെ എനിക്ക് രാവുവേ ഉള്ളു, പകല് വന്നിട്ടില്ല. വാപ്പയില്ലെങ്കിൽ വീടിനെന്ത് വെളിച്ചമാണുള്ളത്? വാപ്പയില്ലാത്ത വീടിനെന്ത് വെളിച്ചമാണുള്ളത്? എന്റെ വാപ്പ പോയതിനു ശേഷം ഫാത്തിമയ്ക്ക് ഇരുട്ടാന്ന് പറഞ്ഞ് വാപ്പാന്റെ കബറിന്റെ അടുക്കൽ പൊട്ടിക്കരയുന്ന ഒരു പൊന്നുമോളെ സൃഷ്ടിക്കപ്പെട്ടത് എവിടെയാ? വീടിന്റെ ഉള്ളില് ധർമ്മനിഷ്ഠയോടെ വളർത്തിയ ഒരു വാപ്പയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ സമ്പാദിക്കാൻ മാത്രമല്ല, നമ്മുടെ പെൺമക്കളെ അള്ളാന്റെ ദീനിന് വേണ്ടി പറഞ്ഞ് വളർത്തിക്കൊണ്ട് വരാൻ നമുക്ക് കഴിയണം. അതിനാണ് ഇവിടെ മദ്രസ ഉണ്ടാക്കിയത്. ആ പെൺമക്കളോട് അള്ളാനെ കുറിച്ച് എപ്പോഴും പറയണം, മക്കളെ പടച്ചോനെ ഓർക്കണം, പടച്ചോനെ ഓർക്കണം, പടച്ചോനെ ഓർക്കണം. ഹബീബായ നബി തങ്ങൾ അങ്ങനെയാണ് മക്കളെ വളർത്തിയത്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ പറയുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ വേറൊരു മകളുണ്ട്, സൈനബ് റളിയല്ലാഹു തആല അൻഹാ. അകലെ നിന്ന് കാണുന്ന ചെറുപ്പക്കാരനെന്ന് ചിരിക്കുമ്പോ മാതാപിതാക്കളെ വിട്ടൊഴിഞ്ഞു പോകുന്ന ആധുനിക ലോകത്തെ പെൺകുട്ടികളുടെ കാലത്ത്, ആ കാലത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ സൈനബ് റളിയല്ലാഹു അൻഹാ. ആ സൈനബ് ബീവിയുടെ കുഞ്ഞിന് രോഗം സീരിയസ് ആയി. ആ കുഞ്ഞ് സൈനബ് ബീവിയുടെ മടിയിൽ കിടന്നിട്ട് പിടയാൻ തുടങ്ങി. കുഞ്ഞു ഒരു പാവപ്പെട്ട പിഞ്ചു കുഞ്ഞ് രോഗം കൊണ്ട് പിടയുന്നത് കണ്ടപ്പോ സൈനബ് ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. സൈനബ് ബീവി പറഞ്ഞു, സഹാബാ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഉപ്പാനോടൊന്ന് വരാ പറ, എനിക്കെന്റെ ഉപ്പാനെ കാണണം, എനിക്കെന്റെ ഉപ്പാനെ കാണണം. പൊന്നുമോളൊരു കൊച്ചു കുടിലിൽ കിടന്ന് കരയാണ്. ഉപ്പച്ചി എവിടെ? സഹാബത്ത് പോകുമ്പോ മദീനത്തെ പള്ളിയിൽ ആളുകളുമായിട്ട് ചർച്ചയിലാണ്. നബി മുഹമ്മദ് മുസ്തഫ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പേരക്കുട്ടി രോഗത്തിലാണ് നബി. പൊന്നുമോള് നിലവിളിക്കുന്നുണ്ട് നബി. ഈ ചെരുമ്പയിലെ ഈ സുന്ദരമായ പള്ളിക്ക് ചുറ്റുമുള്ള വീടുകൾ ഇങ്ങനെയായി മാറണം. അതിനാണ് ഈ വിനീതൻ ഇത് പറയുന്നത്. എല്ലാ സമയത്തും വീട്ടിൽ അള്ളാനെ കുറിച്ചുള്ള ഓർമ്മ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണേ. ആ മക്കളോട് അള്ളാനെ പറഞ്ഞു ഓർമ്മിപ്പിക്കണേ. സന്തോഷത്തിലും സന്താപത്തിലും മക്കളുടെ ഹൃദയത്തിൽ വാപ്പമാര് കയറി കൂടണം. സൈനബിനോട് പറ, ഇപ്പോ വരാൻ വാപ്പയ്ക്ക് കഴിയില്ലെന്ന് പറ. എന്റെ പൊന്നുമോളോട് ചെന്നിട്ട് പറയണം, ഞാൻ പറഞ്ഞു എന്ന് പറയണം. തസ്ബിർ വ തഹ്തസിബ്, മോളെ സൈനബേ, എന്റെ സൈനബിനോട് ക്ഷമിക്കാൻ പറ. വ തഹ്തസിബ്, അവളോട് പിടിച്ചു നിൽക്കാൻ പറ. ഇന്നലില്ലാഹി മാ ഖദ വലിഹു മാ അഅതാ വലികുല്ലി ഷൈഇൻ അജലും മുസമ്മാ. ഇന്നലില്ലാഹി മാ ഖദ, തന്നത് അല്ലാഹുവാണെങ്കിൽ തിരിച്ചെടുക്കാൻ അതിനുള്ള അർഹതയും പടച്ചവനാണ്. വലികുല്ലി ഷൈഇൻ അജലും മുസമ്മാ, ഏത് കാര്യത്തിനും അല്ലാഹു തീരുമാനിച്ചൊരായുസുണ്ട് മോളെ. മോളോട് പറയാ അല്ലാഹുവിനെ കുറിച്ച്, മോളോട് പറ. സഹാബത്ത് പോയിട്ട് സൈനബ് ബീവിയോട് പൊന്നുമോനെ കയ്യിലിട്ടിട്ട് പേടിച്ചരണ്ട് നിൽക്കുന്ന മോളോട് പറഞ്ഞു, വാപ്പയുടെ ഉപദേശം ക്ഷമിക്കാനാണ്, അള്ളാന്റെ ഖലായിനെ കുറിച്ച് ഓർക്കാനാണ്. സൈനബ് ബീവിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വല്ലാഹി ലയഅതിയന്നൽ പടച്ചോനെ തന്നെയാണ് സത്യം, എന്റെ വാപ്പ വന്നേ പറ്റൂ. സഹാബത്ത് രണ്ടാമതും പോയി പറഞ്ഞപ്പോ അവിടെ ഇരുന്നവരോട് അനുവാദം വാദിച്ചു. അസ്റഫുൽ ഖൽഖ് ഓടി വന്നു മോളുടെ വീട്ടിലേക്ക്. ഞാൻ ഈ പറയുന്നത് 8 മുഴം നീളമുള്ള 10 മുഴം വീതിയുള്ള ദാരിദ്ര്യത്തിന്റെ വിളനിലമായൊരു കൊച്ചു വീട്ടിലെ കഥയാ. അങ്ങനെ വാപ്പയും മക്കളുമായി മാറണ്ടേ. സഹോദരാ ഓടി വന്നിട്ട് പറഞ്ഞു, മോളെ സൈനബേ, പടച്ചോനെ സത്യം ചെയ്തു പറഞ്ഞു കളഞ്ഞല്ലേ, അലയ്യ ബിത്തിഫിലി, ആ കുഞ്ഞിനെ എന്റെ കയ്യിലേക്ക് കൊണ്ടുവാ. അള്ളാന്റെ റസൂൽ ആ കയ്യിൽ ആ കുഞ്ഞിനെ വാങ്ങി അതിന്റെ മുഖത്തോട്ട് നോക്കുമ്പോ
അഷ്റഫുൽ ഖൽഖിന്റെ കയ്യിൽ കിടന്ന് ആ പൊന്നുമോൾ അവസാനത്തെ പിടയല് പിടഞ്ഞു. അവസാനത്തെ പിടയല് പിടഞ്ഞിട്ട് അഷ്റഫുൽ ഖൽഖിന്റെ കയ്യിൽ കിടന്ന പൊന്നുമോള് വഫാത്തായി. ഹബീബിന്റെ ഉപ്പാന്റെ കയ്യിൽ കിടന്ന് പൊന്നുമോളുടെ കുട്ടി വഫാത്തായി. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ആ കുഞ്ഞിന്റെ വയറ്റിലേക്ക് വീണു. മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് കരയുന്നു നബിയേ. എന്റെ പേരക്കുട്ടി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട മകളുടെ കുട്ടി മരിച്ചിട്ട് കയ്യിൽ കിടക്കുമ്പോഴും മോളെ ബേജാറാവണ്ട, മനസ്സ് തളരണ്ട, ആത്മഹത്യ ചെയ്യണ്ട, ജീവിതത്തിൽ തിരിച്ചു പോകണ്ട. ഇന്നലില്ലാഹി മാ അഖദാ, പടച്ചവൻ തന്നത് പടച്ചവൻ തിരിച്ചെടുത്തതാണ് പൊന്നുമോളെ എന്ന് കുട്ടി മരിച്ച മോളുടെ അടുത്തിരുന്ന് തന്റെ മോളെ ആശ്വസിപ്പിച്ച ഉപ്പാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?